നമുക്ക് ഫ്രക്ടോസിൻ്റെ സ്ട്രക്ചർ നോക്കാം. നേരത്തെ പറഞ്ഞിട്ടുള്ള സ്ട്രക്ചറൽ ഇൻവെസ്റ്റിഗേഷൻസിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ പോലെ തന്നെ ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലാർ ഫോർമുല പോലെ തന്നെ ഫ്രക്ടോസിൻ്റെയും മോളിക്കുലാർ ഫോർമുല C6H12O6 ആണെന്ന് മനസ്സിലായി. നമ്മൾ നേരത്തെ പറഞ്ഞു സൂക്രോസ് ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ 2 മോളിക്യൂൾ ഈക്വിമോളാർ മിക്സ്ചർ ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് വിൽ ബി ഫോംഡ്. അതായത് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഒരു ഡൈസാക്കറൈഡ് ആണ്. ഹൈഡ്രോളിസിസ് നടത്തി കഴിയുമ്പോൾ 2 മോണോസാക്കറൈഡ് യൂണിറ്റ് ഉണ്ടാവും. അതിൽ ഈക്വിമോളാർ മിക്സ്ചർ ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് ആണ് ഫോം ചെയ്യുന്നത്. അതിൻ്റെ മോളിക്കുലാർ ഫോർമുല C6H12O6 ആണ്. ഇനിയോ ഇതിൽ കുറേ സ്റ്റഡീസ് നടത്തിയപ്പോൾ മനസ്സിലായി എന്താണ് ഇതിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കീറ്റോണിക് ഫങ്ഷണൽ ഗ്രൂപ്പാണ്. C+O കീറ്റോണിക് ഫങ്ഷണൽ ഗ്രൂപ്പാണ്. 2nd കാർബണിലാണ് കീറ്റോണിക് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളത്. അതുപോലെ തന്നെ ഈ 6 കാർബൺ ആറ്റംസും സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 6 കാർബൺ ആറ്റംസും സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇത് D സീരീസിലാണ്. D ഗ്ലിസറാൾഡിഹൈഡുമായിട്ട് അല്ലെങ്കിൽ പ്ലസ് ഗ്ലിസറാൾഡിഹൈഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ OH റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്നതാണ് D ഫോം. അപ്പോൾ അതുപോലെ തന്നെ ഫ്രക്ടോസിനും OH റൈറ്റ് ഹാൻഡ് സൈഡിലാണ് വരുന്നത്. അപ്പോൾ ഈ പൊസിഷനിലത്തെയാണ് നമ്മൾ കമ്പയർ ചെയ്യണേ കേട്ടോ. അപ്പോൾ അവിടെ OH റൈറ്റ് ഹാൻഡ് സൈഡിലായതുകൊണ്ട് ഇത് D ഫോം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ലേവോ റൊട്ടേറ്ററി ആണ്. ലേവോ റൊട്ടേറ്ററി എന്ന് പറയുമ്പം പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ലെഫ്റ്റിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യിക്കുക. കറക്റ്റായിട്ട് അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് എങ്ങനെ എഴുതാം? D- ഫ്രക്ടോസ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ ഇതാണ് അതിൻ്റെ ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്ലൂക്കോസ് പറഞ്ഞ പോലെ തന്നെ ഇതിനെയും എന്താണ് നമുക്ക് റിംഗ് സ്ട്രക്ചറിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ കാർബണാറ്റ് നമുക്ക് എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം. ഈ കാർബണാറ്റത്തിൽ ഇവിടെ ഡബിൾ ബോണ്ട് O, ഇവിടെ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഓക്സിജൻ ഒരു നെഗറ്റീവ് ചാർജും കാർബൺ ഒരു പോസിറ്റീവ് ചാർജും കിട്ടും. അപ്പോൾ ഈ 5ാമത്തെ കാർബണിലത്തെ ഹൈഡ്രജൻ എവിടേക്ക് പോവും? ഈ ഓക്സിജൻ്റെ അടുത്തേക്ക് എത്തും. അപ്പോൾ ഇവിടെ എന്തായി? ഇവിടെ നമുക്കിങ്ങനെ H എന്ന് എഴുതാം. പിന്നെ ഇവിടെ O- ആണ്. അല്ല, ഇവിടെ O- ഹൈഡ്രജൻ വന്നത്. അപ്പോൾ ഇവിടെ OH ആയി. ഓക്കെ, ഇവിടെ OH ആയി. അതിനെ ഞാൻ ഈ ഇങ്ങോട്ട് റെപ്രസെൻറ്റ് ചെയ്തു എന്ന് മാത്രം. ഇനി എന്ത് ചെയ്തു? ഇവിടെ തന്നെ എഴുതാം. ഒരു സെക്കൻഡ്. OH ഇവിടെ. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ്. ഇനി എന്താ ചെയ്യണത്? ഇവിടുത്തെ ഈ ഓക്സിജന് ഇങ്ങനെ വന്നിട്ട് ഈ കാർബണിലേക്ക് അറ്റാച്ച് ചെയ്യും. അപ്പോൾ അതിൻ്റെ റിംഗ് സ്ട്രക്ചർ നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഈ കാർബൺ OH, ഒരു CH2OH ഉണ്ട്, അത് നമ്മൾ ഈ ഇവിടേക്ക് എഴുതി. പിന്നെ ഇങ്ങനെ റിംഗ് സ്ട്രക്ചർ നമ്മൾ വരച്ചു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ 1, 2, 3, 4, 5 അതായത് 5 മെമ്പേർഡ് റിംഗ് ആണ് ഇവിടെ ഫോം ചെയ്യുക. അപ്പോൾ ഓക്സിജൻ വരുന്ന 5 മെമ്പേർഡ് റിംഗ് ആണ് ഫ്യൂറാൻ. അപ്പോൾ ഈ ഫ്യൂറാനിൻ്റെ സ്ട്രക്ചറുമായിട്ടാണ് ഇതിന് സിമിലാരിറ്റി ഉള്ളത്. അതുകൊണ്ട് ഫ്രക്ടോസിൻ്റെ സ്ട്രക്ചറിനെ നമ്മൾ ഫ്യൂറാനോസ് സ്ട്രക്ചർ എന്നാണ് പറയുക. ഫ്യൂറാനിൻ്റെ സ്ട്രക്ചറുമായിട്ടാണ് സിമിലാരിറ്റി കാണിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ഫ്യൂറാനോസ് സ്ട്രക്ചർ എന്ന് പറയും. പിന്നെ ഇവിടെ ആഡ് ചെയ്യുന്ന OH ഗ്രൂപ്പ് ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുമ്പോൾ ഇത് ആൽഫ ഫോമും, അതുപോലെ തന്നെ ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് വരണതെങ്കിൽ അത് ബീറ്റ ഫോമുമാണ്. അപ്പോൾ 2 ആനോമറിക് ഫോംസ് ഉണ്ട്, ആൽഫ ആൻഡ് ബീറ്റ ഫോം. അതായത് ആദ്യത്തെ കാർബണിൽ വരുന്ന ഗ്രൂപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതിൻ്റെ കോൺഫിഗറേഷൻ മാറുന്നതിനനുസരിച്ചിട്ടാണ് ആൽഫ ആൻഡ് ബീറ്റ ഫോമിൽ എക്സിസ്റ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സ്ട്രക്ചർ നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഇവിടെ നോക്കി, ആദ്യത്തെ കാർബണിൽ CH2OH, OH. പിന്നെ അടുത്തതിൽ എന്താ വരണത്? OH. ഇത് 5ാമത്തെ കാർബണിലാണ് കേട്ടോ വരുന്നത്. പിന്നെ അടുത്തതും OH, CH2OH, H. അപ്പം ഇങ്ങനെ ഗ്ലൂക്കോസിൻ്റെ ഫ്യൂറാനോസ് സ്ട്രക്ചർ നമുക്ക് വരയ്ക്കാം. ഇതിൽ CH2OH മുകളിലേക്ക് ആവുമ്പോൾ ഇത് ബീറ്റ ഫോമാണ്. CH2OH
റൈറ്റ് ഹാൻഡ് സൈഡിലാവുമ്പോൾ CH2OH റൈറ്റ് ഹാൻഡ് സൈഡിലാവുമ്പോൾ ആൽഫ ഫോമും അതുപോലെ തന്നെ ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാവുമ്പോൾ ബീറ്റ ഫോം. അങ്ങനെയാണ് നമ്മൾ ഗ്ലൂക്കോസിൻ്റെ 2 ഫോം റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇത് ആൽഫ ഫോമാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രക്ടോസിൻ്റെയും ഫ്യുറാനോസ് സ്ട്രക്ചറാണ്, കീറ്റോണിക് ഗ്രൂപ്പാണ്. ഇങ്ങനെയാണ് ഫ്രക്ടോസിൻ്റെ റിംഗ് സ്ട്രക്ചർ നമ്മൾ വരയ്ക്കുക.